സോ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് പുലർച്ചെ 4 കൂടിയിട്ടാണ് നമ്മുടെ പുതിയ റോഡ് ഭാഗത്ത് വെച്ചിട്ട് ഈ വിക്ടിമായിട്ടുള്ള 2 പേര് അവരുടെ സ്ഥലത്തു നിന്നും ഒരു റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ്. അവർ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഇന്ന് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 10 പേര് ആ സ്ഥലത്ത് തന്നെ അവരും ചായ കുടിക്കാനായിട്ട് വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 ലേഡീസ് ഈ വിക്ടിമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുമ്പ് പോയിരുന്ന ആൾക്കാർ എന്തോ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് അവരോട് അങ്ങോട്ടേക്ക് നോക്കുകയും ഈ നോക്കുന്ന സമയത്ത് ഈ ഇതിൽ പ്രതിസ്ഥാനത്ത് 1-ാം പ്രതിസ്ഥാനത്തുള്ള അക്ബർ അലി എന്ന് പറഞ്ഞ ആൾ ഒരു ആംഗ്യം കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായിട്ടുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു മാറ്ററിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. നമ്മളെല്ലാം വീഡിയോയിലൂടെയും അതുപോലെ തന്നെ CCTVയിലൂടെയും എല്ലാവരും കണ്ടതാണ്. വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിലാണ് ഒരു ആക്ടിവിറ്റി കണ്ടിട്ടുള്ളത്. അതിൻ്റെ മാറ്ററിന് അതിൻ്റേതായ ഗ്രാവിറ്റിയിൽ മനസ്സിലാക്കുകയും അതിൽ ഏതെല്ലാം രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നടപടി വേണ്ടതെന്നും ഞങ്ങളിപ്പോൾ ഒരു അനാലിസിസ് നടത്തുകയുണ്ടായി. ഈ കേസിൽ ഇതുവരെയായിട്ട് 10 പ്രതികളെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 ആൾക്കാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിനി കോടതിയിലോട്ടേക്ക് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ കേസിൽ ബാക്കി 7 പേരുണ്ട്. 7 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. അതിനായിട്ടുള്ള ടീം റെഡിയാണ്. ടീം ഓരോരുത്തരുടെയും കാര്യങ്ങളെല്ലാതും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോർത്ത് SHO അനൂപ് തന്നെയാണ് ഇതിനെ നിന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. കേസിൽ ഇനി ഇതുവരെ ഇട്ടിട്ടുള്ള സെക്ഷൻസിന് ഉപരി വേറെ സെക്ഷൻസ് ചേർക്കണമോ, അതുപോലെ തന്നെ വേറെ സ്പെഷ്യൽ ലോസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കറന്റ് സ്റ്റാറ്റസ് ആയിട്ടുള്ളത്. ലഹരിയായിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിങ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് പോവുകയാണ്. അത് മുമ്പ് കേസുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ളത്. അതെല്ലാം ലെറ്റ് ഇറ്റ് ബി. അതെല്ലാം പറയാം. ഇപ്പോൾ പഴയ സെക്ഷൻ 354, 54A, 54B തുടങ്ങിയിട്ടുള്ള സെക്ഷൻസാണ് ഇട്ടിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള സെക്ഷനിലോട്ടേക്ക് നമ്മൾ ഇടാനാണ് തീരുമാനിച്ചത്. ആക്രമണത്തിനകത്ത് ഇപ്പം നമ്മുടെ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തും അക്ബറാണ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള ആൾക്കാർ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുകയും ഈ ഒരു ആക്ടിവിറ്റിയിലോട്ടേക്ക് എയ്ഡ് ചെയ്യുകയും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു സിവിക് സെൻസുള്ള സിറ്റിസൺ എന്ന രീതിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ പ്രതികൾ ഉറപ്പായിട്ടും പ്രതികളായിരിക്കും. കാരണം ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടാവാൻ കാരണം തന്നെ ഈ സ്ത്രീകൾ ഈ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളോട് അവരെ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ അടുത്ത് ഇവരെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ആ ഇനീഷ്യൽ സെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരും പ്രതിസ്ഥാനത്ത് വരുന്നവർ തന്നെയാണ്. നമ്മൾ വലവിരിച്ചിട്ടുണ്ട്. ഇല്ല, അവർക്ക് യാതൊരു പരിചയമില്ല. ഇപ്പോൾ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെല്ലാവരും യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരാണ്. ഇപ്പോൾ അതിനകത്ത് എത്തിയിട്ടുള്ള മണ്ണാർക്കാട് സ്വദേശികളായിട്ടുള്ള 5 പേര് ഈ അക്ബറിന്റെ കടയിൽ തന്നെ താമസിക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പ്രതികളും അതുപോലെ തന്നെ വിക്ടിം തമ്മിൽ പ്രിയർ ഒരു റിലേഷനോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒന്നുമില്ല. വളരെ യാദൃശ്ചികമായിട്ട് നടന്നിട്ടുള്ളൊരു ഇവൻ്റാണ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ വെരിഫൈ ചെയ്യണമല്ലോ. അതിൽ പിടിച്ചതിൽ 2 പേര് ഹോട്ടൽ ജീവനക്കാരാണ്. പിന്നെ ഹോട്ടൽ ജീവനക്കാരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ലേഡീസ്. അക്ബറിന്റെ ഹോട്ടൽ ജീവനക്കാരാണ്. അതെ, കൊച്ചിയിലെ ഹോട്ടലാണ്. ശരി, വേറെ ഒന്നുമില്ലല്ലോ. ആ പരാതി ഞങ്ങൾ കേട്ടു. അത് അനലൈസ് ചെയ്യാണ്. അങ്ങനെ ഒരു ഇത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം പോലീസ് നോർത്ത് സ്റ്റേഷനിൽ എല്ലാവരും നമ്മൾ അന്വേഷിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ശരിയായ നടപടിയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളത് അതിൻ്റെതായ രീതിയിൽ നേരിടുന്നതാണ്. പക്ഷേ ഇപ്പോൾ
കാര്യമായിട്ട് എക്സാക്ട്ലി. കൊച്ചി എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് പെട്രോളിംഗ്, കൂടുതലായിട്ടുള്ള നൈറ്റ് പെട്രോളിംഗ്, കൂടുതലായിട്ടുള്ള വെഹിക്കിൾ പെട്രോളിംഗ്, വെഹിക്കിൾ ചെക്ക്, ബോർഡർ ചെക്കിംഗ് എല്ലാം വളരെ ശക്തമായിട്ട് നടത്തുന്ന സ്ഥലം കൂടിയാണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ഇതിലെല്ലാം. ശരിയോ ടോം, എന്തായാലും കൊച്ചി DCP ആണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മുഖ്യപ്രതിയായിട്ടുള്ള അക്ബറിൻ്റെ സുഹൃത്തുക്കളാണ് ഈ പിടിയിലായിരിക്കുന്നവർ. അതിൽ അക്ബറിൻ്റെ സുഹൃത്തുക്കളുണ്ട്, 2 ജീവനക്കാർ. അക്ബറിൻ്റെ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന 2 ജീവനക്കാരുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്. ഇവരെ എല്ലാവരെയും ചേർത്ത് 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒപ്പം ഇവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള 2 പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾ ആദ്യം പറഞ്ഞത് പ്രകാരം, അതായത് പെൺകുട്ടികൾ ആദ്യം ഈ നടന്നു വന്നത് അതിക്രമത്തിനിരയായ പെൺകുട്ടികളോട് ഇവർക്കെന്തോ പറയാനുണ്ടെന്ന തരത്തിലുള്ള സംസാരിക്കുന്നു. പിന്നീട് മുഖ്യപ്രതിയായിട്ടുള്ള അക്ബർ ഈ പെൺകുട്ടികളോട് എന്തോ അശ്ലീലാംഗ്യം കാണിക്കുന്നു. പിന്നീടാണ് ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് അവിടെ വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നതും CCTV ദൃശ്യങ്ങളിലൊക്കെ അതിൽ വ്യക്തമാകുന്നത്. എന്തായാലും മുഖ്യപ്രതിയായിട്ടുള്ള അക്ബറിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്, ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. ആ ഹോട്ടൽ ഇടപാടിലൊക്കെ അതാണ് നവമി. അങ്ങനെ ഈ DCP ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം, ഈ അക്ബറിൻ്റെ ഹോട്ടൽ ഇടപാട്, സാമ്പത്തിക ഇടപാടുകളടക്കം പല രീതിയിലുള്ള ദുരൂഹതയും സംശയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം മാത്രമല്ല, പല വഴിവിട്ട ഇടപാടുകളും ഇയാൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ളൊരു ചില സൂചനകളാണ് പോലീസ് നൽകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അയാളുടെ ഒരു പശ്ചാത്തലം, ഈ അക്ബറിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? മാത്രമല്ല ഈ പുലർച്ചെ വരെയും ഇവിടെ ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ജീവനക്കാരും ഈ അക്ബറും ഉൾപ്പെടുന്ന സംഘമാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ മോശമായ, അതായത് ലൈംഗിക ചുവയോടെ അവർ സംസാരിക്കുന്നത്. അതിനുശേഷം ഈ രീതിയിൽ ആക്രമണം നടത്തുന്നത് യഥാർത്ഥത്തിലൊരു ഗുണ്ടാ സംഘങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ളൊരു രീതിയല്ലേ, ഒരു പെരുമാറ്റമല്ലേ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായതും? അതെ ടോം, എന്തായാലും ഈ പോലീസ് പറയുന്നതനുസരിച്ച് ഈ പ്രതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, മുഖ്യപ്രതിയായിട്ടുള്ള അക്ബറിന്റെ ചില ഇടപാടുകളിലൊക്കെ വലിയ ദുരൂഹത തന്നെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാട്, ഹോട്ടൽ ജീവനക്കാരനാണ്. കൊച്ചി കലൂരിൽ തന്നെ ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ് അക്ബറിന്റെ ഹോട്ടൽ, അക്ബറിന്റെ പണമിടപാട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ സംശയം പോലീസ് പുറപ്പെടുവിക്കുന്നുണ്ട്. DCP പറഞ്ഞത് നമ്മൾ കേട്ടതും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് അതിലൊക്കെ ഒരു സംശയമുണ്ട്, അത് വിശദമായി പരിശോധിച്ച ശേഷം വിവരങ്ങൾ പുറത്തുവിടാമെന്ന് പറയുന്നു. പക്ഷേ 1ാം പ്രതിയായിട്ടുള്ള അക്ബറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അക്ബറിനെ ഉടനെ തന്നെ പിടികൂടും, വല വിരിച്ചിട്ടുണ്ട് എന്നുകൂടി DCP വ്യക്തമാക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് എന്താണ് അക്ബറിന്റെ ഇടപാടുകൾ, എന്ത് ദുരൂഹതയാണ് പോലീസിന് അക്ബറിന്റെ ഇടപാടുകളിൽ നിന്ന് മനസ്സിലായത്. ഒപ്പം മദ്യപാനം, ലഹരിയൊക്കെ ഉണ്ടായിരുന്നു എന്നുകൂടി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ വിശദമായിട്ടുള്ളൊരു പരിശോധനയും അതോടൊപ്പം തന്നെ ഒരു വിവരശേഖരണവും ഒക്കെ പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ പിടിയിലായിരിക്കുന്ന 3 പ്രതികൾ പാലക്കാട്, മണ്ണാർക്കാട് സ്വദേശികളാണ്. അതിൽ ഇവർ ഈ അക്ബറിന്റെ ഹോട്ടലിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്തുക്കളും ഉള്ളതാണ്. ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുമായി ഇവർക്ക് മുൻ പരിചയമൊന്നുമില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത് ആ സമയത്ത്, അതായത് ഈ പെൺകുട്ടികൾ കടന്നു പോകുന്ന സമയത്ത് സംഘം ചേർന്ന് നിന്ന് ഇവർ ഈ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും ഒരു ആംഗ്യം കാണിക്കുകയും അത് ചോദ്യം ചെയ്തതോട് കൂടിയാണ് ഇത്രയും വലിയൊരു അതിക്രമത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഒപ്പം മറ്റൊരു ആരോപണം കൂടി ഈ അതിക്രമത്തിനിരയായ പെൺകുട്ടികൾ പറഞ്ഞിരുന്നു. അത് ഈ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ ആ പെൺകുട്ടികളോടുള്ള ചില ചോദ്യങ്ങൾ, അത് ഈ വസ്ത്രമാണോ ധരിച്ചിരുന്നത്, പുലർച്ചെ 4 മണിക്ക് എവിടെ പോവുകയായിരുന്നു എന്നീ ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. അത് അത്തരത്തിലൊരു പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും വിശദമായി പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കിയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഇത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ടോം കൊച്ചി നഗരം. ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി നഗരത്തിൽ രാത്രി, അതായത് ഒരു നൈറ്റ് ലൈഫ് കൂടുതലുള്ളൊരു നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. അവിടെ പോലുള്ളൊരു സ്ഥലത്ത് 2 പെൺകുട്ടികൾ പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും DCP വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് വിവരം പങ്കുവച്ച ശേഷം മടങ്ങുകയാണ്. എന്തായാലും പ്രതികളെ
എന്തായാലും പ്രതികൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മുഖം മറച്ച് നിൽക്കുന്നതാണ് പ്രതികളുടെ ദൃശ്യം നമുക്ക് വ്യക്തമായി കാണാം. അവർ മുഖം മറച്ചിരിക്കുകയാണ്. ഏകദേശം 20-25 വയസ്സ് പ്രായം മാത്രമുള്ള യുവാക്കളാണ്. അവർക്കൊപ്പം 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം ടോം. കാരണം അവരാണ് ആദ്യം ഈ ഒരു ഇത്രയും വലിയൊരു ആക്രമണത്തിന് തുടക്കം കുറിച്ചതെന്ന് കൂടി DCP പറയുന്നു. ആ പെൺകുട്ടികളാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചു നിർത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. പിന്നീട് പോലീസ് എത്തി. പിന്നീട് പെൺകുട്ടികൾ ചിതറി ഓടുന്നതും ഈ ആൺകുട്ടികളും ഒക്കെ ചിതറി ഓടുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും മുഖ്യപ്രതി അക്ബർ ആണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അക്ബർ അലിയുടെ ചില ദുരൂഹത ഇടപാടുകൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ദുരൂഹ ഇടപാടുകൾ അടക്കമുണ്ടെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നു. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ് അന്വേഷണ സംഘം. 3 പേരാണുള്ളത്. അതിൽ ഇവർ ഈ അക്ബറിന്റെ തന്നെ ജീവനക്കാരാണ്, അക്ബറിന്റെ തന്നെ ഹോട്ടൽ ജീവനക്കാരാണ്. അവരുടെ സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തുക്കൾ പരിചയക്കാരടങ്ങുന്ന ഒരു 10 അംഗ സംഘമാണ് ഇന്നലെ രാത്രി ഇത്രയും വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടത്. അതിൽ അതിക്രമം നടത്തിയത്, പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയത് മുഖ്യപ്രതി അക്ബർ അലി മാത്രമാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ഒപ്പമുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടുനിന്നു. അവരും ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ചെയ്തു എന്ന് കൂടിയാണ് DCP വ്യക്തമാക്കുന്നത്. ഇതിൽ ഇനിയുള്ളത് അക്ബർ അലിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. അക്ബർ അലി എവിടെയാണ്, അക്ബർ അലിയെ എപ്പോഴായിരിക്കും പോലീസ് പിടികൂടുക, ഒപ്പം ഇയാളുടെ ദുരൂഹ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ട ചില ദുരൂഹ ഇടപാടുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ വിശദമായിട്ടുള്ളൊരു വിവരം ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ പ്രതികളുമായി പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്കായി പോവുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ മുഖം നിലവിൽ വ്യക്തമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് തിരിച്ചറിയൽ പരേഡ് കൂടി നടത്തേണ്ടതുണ്ട്. ഈ പെൺകുട്ടികളെ അതിക്രമിച്ചു കടന്നു കളഞ്ഞവരാണ്. പെൺകുട്ടികൾ ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പ്രതികളുടെ മുഖം കാണിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും രാവിലെ തന്നെ പെൺകുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷം പെൺകുട്ടികൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയും പോലീസിന് മുന്നിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. പിന്നീട് CCTV, ഈ സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ പ്രതികളിലേക്ക് 10 പേരടങ്ങുന്ന സംഘത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ആ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായതുമാണ് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊച്ചി നഗരത്തിൽ ഇതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള, യുവതികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ തുടർക്കഥയാണ്. പ്രത്യേകിച്ചും ലഹരി സംഘങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രവണത ഉണ്ടാകുന്നത്. പക്ഷെ അതിലും ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടികളോട് ചോദിച്ച ചോദ്യമാണ്. അതായത് ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പുറത്തിറങ്ങി നടന്നത്, നിങ്ങളുടെ വസ്ത്രധാരണ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും അവരിങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, കൊച്ചി നഗരമാണ്, വിവിധയിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്, ജോലി ആവശ്യത്തിനായി രാത്രി സമയങ്ങളിലും പുലർച്ചെയൊക്കെ പുറത്തു പോകുന്നവരും അത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവരുമുണ്ട്. അങ്ങനെ ഒരു മെട്രോ നഗരത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം അത് പോലീസിനാണ്. അവിടെ ഇത്തരമൊരു ചോദ്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.